സാമാന്യം കുഴപ്പമില്ലാതെ ബിസിനസ് അങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അവർ അങ്ങനെ സ്റ്റേബിളായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ വളരെ മിടുക്കരുമാണ്. പക്ഷേ അവർ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും അത് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഹായ്, ഞാൻ ഫസൽ റഹ്മാൻ. ബിസിനസ് ഓണേഴ്സിന് അവരുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാനും ഒരു പവർഫുൾ ബ്രാൻഡാക്കി മാറ്റാനും ലീഡർഷിപ്പ് ട്രാൻസ്ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോച്ചിങ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസ് സെറ്റ് ചെയ്യുക, റൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കില്ലും അത് എക്സ്പാൻഡ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു സ്കില്ലുമാണ്. ആ ഒരു ഗെയിം കളിക്കാൻ ആദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ്. അതായത് ഈ സ്കെയിലപ്പ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് എവിടേക്കാണുള്ളത് അവരിലേക്കെല്ലാം തന്നെ വ്യാപിപ്പിക്കാനുള്ള ആ ഒരു സ്കെയിലപ്പിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ഒരുക്കാൻ തയ്യാറാകുന്നതാണ്. സ്കെയിലപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പോൾ സ്കെയിലപ്പ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അതിന് ഫണ്ട് വേണം, സ്ട്രാറ്റജി വേണം, ടീം വേണം, ഇതൊക്കെ വേണ്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതെല്ലാം സെക്കൻഡറി ആണെന്നുള്ളതാണ്. ആദ്യം വേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയാക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്, കോമ്പറ്റീഷനാണ് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കാം. പക്ഷേ ഒരിക്കലും അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതിന് പകരമായിട്ട് ഈ മാർക്കറ്റിലും ബിസിനസ് അന്തരീക്ഷത്തിൽ നിന്നും തന്നെയാണ് പല ബിസിനസ്സുകളും ബ്രാൻഡുകളും വളർന്നു വലുതായത് എന്ന് ചിന്തിക്കുമ്പോഴോ അത് നിങ്ങളുടെ സ്കെയിലപ്പിൻ്റെ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത്, ഈ സ്റ്റേബിളായിട്ട് ബിസിനസ് കൊണ്ടുപോകുന്ന ആൾക്കാർ, സ്കെയിലപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർ നിലവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സംഗതി മാറ്റിയിട്ട് അതിനൊന്ന് ടേക്ക് ഓഫ് മോഡിലേക്ക് കൊണ്ടുവന്ന് അതിന് വലിയ ലെവലിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള മൈൻഡ് സെറ്റ് ആർജിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഈ ബിസിനസ് ഇങ്ങനെ ഒരേ ലെവലിൽ കൊണ്ടുപോകുന്നത് മേ ബി അതൊരു കംഫർട്ടായിട്ടും സേഫൊക്കെ ആയിട്ട് തോന്നാമെങ്കിലും ഇങ്ങനെ പോകുന്നതിൽ എപ്പോഴും ഹിഡൻ റിസ്ക് ഉണ്ട്. അതായത് മാർക്കറ്റ് മാറുന്നു, കസ്റ്റമേഴ്സ് മാറുന്നുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള മാറ്റങ്ങൾ, അല്ലേ, ടെക്നോളജി കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അവിടെയൊക്കെ ഒരേ ലെവലിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളെ കൂടെ കൊണ്ട് നടക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സംഗതി കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്കെയിൽ എന്ന് പറയുമ്പം ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുക എന്നുള്ളതല്ല, അവിടെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ പ്രയോറിറ്റി എന്തൊക്കെയാണ്, നിങ്ങളുടെ ഫോക്കസ് എന്താണ്, ഇവിടെയൊക്കെ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വേണം. ആ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടുകയില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെയായിരിക്കണം സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി, അവിടെ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതിന് നിങ്ങളെ കോച്ചസിനും മെൻറ്റേഴ്സിനൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ ആ സ്കെയിലപ്പിനെ സമീപിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഈ സ്കെയിലപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പലരും മാർക്കറ്റിങ്ങിനെ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അല്ല, അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ രീതിയിൽ മാർക്കറ്റിങ്ങിനെ കാണുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ആ ഒരു സ്കെയിലിംഗ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കാം. പക്ഷെ ബിസിനസ് സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ കൂടി ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് ആസ് എ ബിസിനസ് ഓർഡർ നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഗ്രോത്തിലേക്കുള്ള ഫോക്കസ്, അല്ലേ, സ്ട്രാറ്റജി ഉണ്ടാക്കുക, ബ്രാൻഡിങ്ങിനുള്ള ഫോക്കസ്, ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതല്ലാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഡെയിലി റിക്കറിങ് ആയിട്ട്, അല്ലേ, ആഴ്ചയിലായിട്ട് മേ ബി പേയ്മെൻറ്റ് നോക്കുന്നുണ്ടാവും, ബാങ്ക് നോക്കുന്നുണ്ടാവും, പർച്ചേസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള റിക്കറിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അതിനായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അതിനെ ഡെലിഗേറ്റ് ചെയ്തേ പറ്റൂ. ഡെലിഗേഷൻ എന്ന് പറയുമ്പം അത് പല ബിസിനസ് ഓണേഴ്സിനും ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അത് ഞാൻ തന്നെ ചെയ്തേ ശരിയാവുള്ളൂ, ഞാൻ ചെയ്യുന്നത് പോലെ അത് ആർക്കും ചെയ്യാൻ സാധിക്കില്ല, റൈറ്റ്, അതുപോലെ തന്നെ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു സംഗതിയാണ് ഡെലിഗേറ്റ് എന്ന് പറയുമ്പോൾ. ഡെലിഗേറ്റ് ചെയ്യുന്നതിൽ റിസ്ക്കാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറയുന്നത് ഡെലിഗേറ്റ് ചെയ്യാതിരിക്കുന്നതിലാണ് റിസ്ക്. ഡെലിഗേറ്റ് നിങ്ങൾ ചെയ്യാതെ പോയി കഴിയുമ്പം നിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരെ സാധിക്കില്ല. ഡെലിഗേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കിയെല്ലാം അതിനായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ ട്രസ്റ്റ് ചെയ്ത്
അവർക്ക് കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്ത്, അവരെ റിവ്യൂ ചെയ്ത്, ആവശ്യമായിട്ടൊരു ഫീഡ്ബാക്ക് കൊടുത്ത്, അവർ തന്നെ നമുക്ക് ആ ബിസിനസ്സിനെ ഗ്രോ ചെയ്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റുക. അപ്പം ഡെലിഗേഷൻ എന്ന് പറയുന്ന സംഗതി അത് ചെയ്യുന്നതല്ല റിസ്ക്, ചെയ്യാത്തതാണ് അതിഭയങ്കരമായിട്ടുള്ള റിസ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബിസിനസ് സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മൈൻഡ് സെറ്റ് ഗെയിം കൂടിയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലുലു എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ ബ്രാൻഡ് യൂസഫ് അലി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റിൻ്റെ കൂടി റിഫ്ലക്ഷനാണ് അല്ലേ, അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിൽ സക്സസ് സംഭവിക്കുന്നത്.